ഈ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടി, അതിന്റെ ഉത്തരവാദിത്ത ബോധ്യം കാണിക്കാതെയാണ് പലരും പെരുമാറുന്നത്, അല്ലെങ്കിൽ പലർക്കും വേണ്ടി പെരുമാറുന്നത്. ഫ്ലക്സുകൾ, പോസ്റ്ററുകൾ, പത്രപരസ്യങ്ങൾ, ഇതൊക്കെ ഒരു നല്ല സൂചനയാണ്? ഒരിക്കലും നല്ലതല്ല. കാരണം ഫ്ലക്സ് നോക്കിയിട്ടല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി വന്ന ആളെ പാർലമെൻ്ററി പാർട്ടി കൂടുന്നുണ്ട്. MLA-മാരുടെ 63 MLA-മാരുടെ അഭിപ്രായങ്ങൾ എടുക്കും, ഘടകകക്ഷികളുമായിട്ട് കോൺടാക്ട് ചെയ്യും, അതിനുശേഷം ഹൈക്കമാൻഡ് തീരുമാനം എടുക്കും. അല്ലാതെ എത്ര ഫ്ലക്സ് വെച്ചു, എത്ര പരസ്യം കൊടുത്തു, അതൊന്നും ഹൈക്കമാൻഡ് നോക്കില്ല. MLA-മാരുടെ അഭിപ്രായം എന്താണ്, ഘടകകക്ഷികളുടെ അഭിപ്രായമാണ്. കാരണം ഇതൊരു കൊയിലീഷൻ ഗവൺമെൻറ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് തെലുങ്കാന പോലെയോ കർണാടക പോലെയോ ഹിമാചൽ പ്രദേശ് പോലെയോ അല്ല. 4ാമത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിനുണ്ട്, പക്ഷേ ഏകകക്ഷി ഭരണമല്ല, കൊയിലീഷൻ ഗവൺമെൻറ്റാണ്. കൊയിലീഷൻ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്കും കൂടെ പ്രസക്തിയുണ്ട്. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അതായത് MLA-മാർ മാത്രം പറഞ്ഞുകൊണ്ടൊരു തീരുമാനം എടുക്കാൻ പാടില്ല. MLA-മാരുടെ തീരുമാനത്തിനോടൊപ്പം തന്നെ ഘടകകക്ഷികളായിട്ട് ചർച്ച ചെയ്യും. അതാണ് UDF-ന്റെ രീതി എന്ന് പറയും. ഇപ്പൊ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും പരിഗണിച്ചില്ല. അല്ല, കഴിഞ്ഞ തവണ പാർട്ടി പ്രതിപക്ഷത്തായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് നേതൃമാറ്റം വേണം എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തത്. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. അന്ന് അപ്പോൾ ഞാനന്ന് MP ആണെന്ന്, ഞാൻ അസംബ്ലിയിലില്ല, പക്ഷെ MP-മാരുടെ അഭിപ്രായം ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഒരാളെ മാത്രം തിരഞ്ഞുപിടിച്ച് മാറ്റരുത്, മാറ്റുകയാണെങ്കിൽ മൊത്തം മാറ്റണം. അന്ന് ശ്രീമാൻ ഖാർഗെയൊക്കെ അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പാർലമെൻ്ററി പാർട്ടി ലീഡറുടെ ചുമതല മാത്രമേ, മറ്റേ എൻ്റെ കയ്യിലല്ല. ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായം ഇതാണെങ്കിൽ രേഖപ്പെടുത്തണം, ചേഞ്ച് വരികയാണെങ്കിൽ ടോട്ടൽ ചേഞ്ച്, ഒരാളെ മാത്രമായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. VD സതീശനെയും സുധാകരനെയും കൊണ്ടുവന്ന് ഒരു പുതിയ ടീം കൊണ്ടുവന്നു. അപ്പം പഴയ ടീമിന് നിർദ്ദേശം ക്യാബിൻ്റെതായിരുന്നു. ഏതാ ഞാൻ പേര് പറഞ്ഞില്ല, ഞാൻ പേരാരുടെയും പറഞ്ഞില്ല. ഒരാളെ മാത്രം ശിക്ഷിക്കുക. കാരണം പാർലമെൻ്ററി പാർട്ടി ലീഡർക്കും KPC പ്രസിഡന്റിനും ഒരേ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതിൽ ഒരാളെ ശിക്ഷിക്കുകയും ഒരാളെ രക്ഷിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് ടോട്ടലായിട്ട് ചേഞ്ച് ആണെങ്കിൽ ചേഞ്ച്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാം. ശരിക്കും അന്ന് ആ ചേഞ്ച് ഗുണം ചെയ്തിരുന്നു? അല്ല, അന്നത്തെ ഒരു പുതിയ ലീഡർഷിപ്പ് വരുമ്പോൾ അതിൻ്റെതായൊരു മെച്ചം, അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ കണ്ടത്. അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. അതായത് അന്ന് ഹൈക്കമാൻഡ് ആ ചേഞ്ച് പറഞ്ഞതിന്റെ ഫലം കൂടിയാണ് ഇപ്പോഴത്തെ. അതെ, നല്ലൊരു കാരണം പുതിയ നേതൃത്വം വരും. പഴയ ആൾക്കാരുടെ കുഴപ്പം കൊണ്ടല്ല, പുതിയ ആൾക്കാർ വരുമ്പോൾ ഒരു ആവേശം ഉണ്ടാവും, പ്രതീക്ഷ ഉണ്ടാവും. കാരണം ഒരു ഇലക്ഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് 10 വർഷം മാറി നിൽക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ വീണ്ടും അപ്പോൾ എല്ലാവരുടെയും ചില നമ്മുടെ ആൾക്കാർക്കൊക്കെ ചില തെറ്റിദ്ധാരണയുണ്ട്. എന്തൊരു ഭരണഘടന രീതിയാണ് 5 വർഷം കൂടുമ്പോഴുള്ള ഭരണമാറ്റം എന്നൊക്കെ ചിലർ തെറ്റിദ്ധരിച്ചു. അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നു. പക്ഷേ സത്യത്തിൽ ആ പരാജയത്തിന് ഏതെങ്കിലും നേതാവിൻ്റെ തലയിൽ കെട്ടിവയ്ക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്നും കൊണ്ടല്ല, കോവിഡാണ്, പ്രചാരണം നടത്താൻ കഴിഞ്ഞില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ പുതിയ നേതൃത്വം വന്നപ്പോൾ ഒരു കോൺഫിഡൻസോടുകൂടെ മുന്നോട്ട് പോകാൻ UDF-ന് കഴിഞ്ഞു. അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിന് അതിൻ്റേതായിട്ടുള്ള ശക്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളും വിജയത്തിന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും പരിഗണിക്കണം, സീനിയോറിറ്റി പരിഗണിക്കണം, ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായം പരിഗണിക്കണം, എല്ലാം കൂടെ നോക്കിയൊരു തീരുമാനത്തിലെത്തും. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പൊട്ടിത്തെറിയൊന്നും പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ പൊട്ടിത്തെറിയല്ല, ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ചർച്ച അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടക്കുന്നു, ഒരു ഭാഗത്ത് പത്രപരസ്യം തന്നെ കൊടുക്കുന്നു. ഇത് ഗുണകരമാണോ? അല്ല, അത് ചെയ്യുന്നത് ശരിയല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു നേതാവിനോട് നമുക്ക് സ്നേഹം ഉണ്ടാവും, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കെ മുരളീധരൻ ഒരു കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണ് എന്ന് വലിയ രീതിയിൽ ക്യാമ്പയിൻ നടന്നത്. ഞാൻ പറയുന്നത് നേതാക്കൾ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവർത്തകർ പലപ്പോഴും എൻ്റെ ഫ്ലക്സ് ബോർഡ് വെക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വെച്ചു, പക്ഷേ അതിൻ്റെ പേരിൽ മറ്റൊരാളെ മോശമാക്കരുത്. കോൺഗ്രസ് ഇവരൊക്കെ കോൺഗ്രസിൻ്റെ ഈ വിജയത്തിൽ പങ്കാളികളല്ലേ. അതല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞേ, ഗ്രൂപ്പ് ഡാൻസ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം മാറി നിന്ന് സിംഗിൾ ഡാൻസ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരാളെ പുകഴ്ത്തിക്കോ, ഒരു കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ മറവിൽ മറ്റ് നേതാവിനെ എക്സിനെ പുകഴ്ത്താൻ വേണ്ടി വൈനെ ചീത്ത പറയുന്ന സിസ്റ്റം നല്ലതല്ല. അത് നടക്കുന്നു. അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും തെറ്റായ സമീപനം. ഞാൻ പറയും തെറ്റായ സമീപനമാണത്. എല്ലാവരും ടീം UDF ആണ്, ഞാൻ ഉൾപ്പെടെ. അതിൽ ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ളവർക്ക് പിന്തുണ നൽകാം, പക്ഷെ അതിൻ്റെ പേരിൽ ഒരാളെയും മോശക്കാരനാക്കരുത്.